എല്ലാവർക്കും RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രണയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പല കോളുകളും വരുന്നുണ്ട്. ഞാൻ പ്രണയിക്കുന്ന ആളെ എനിക്ക് കിട്ടാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഞാൻ പ്രണയിക്കുന്ന ആൾ എന്നെയും പ്രണയിക്കണം. അതിനു വേണ്ടി എന്തെങ്കിലും ടെക്നിക്കുണ്ടോ യൂസ് ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന ആളെ എനിക്കൊന്ന് കല്യാണം കഴിക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കണം. അതിനായി എന്തെങ്കിലും ടെക്നിക്കുണ്ടോ? അപ്പോൾ അച്ഛനും അമ്മയുടെയും കോളുകൾ വരുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വേറെ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, ആ ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട്, ആ ബന്ധത്തിൽ നിന്ന് അവരെ വേർപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനായി മൈൻഡ് പവറിൽ ട്രെയിനിങ്ങിൽ എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിൻ്റെ കീഴിൽ അതിനായി യാതൊരു വക ടെക്നിക്കുകളും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സൽ ലോസ് അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മൈൻഡ് പവർ ട്രെയിനിങ് നടത്തുന്നത്. അപ്പോൾ ഇതിലൊരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. അത് പറയുന്നത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ്. അതായത് ഒരേപോലെ ഉള്ളവ തമ്മിൽ ആകർഷിക്കപ്പെടുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അപ്പോൾ എന്താണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ, നമ്മൾ ഏത് വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണോ ഇപ്പോൾ ഇരിക്കുന്നത്, അതേപോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ സന്ദർഭങ്ങളെ സാഹചര്യങ്ങളെയാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ആകർഷിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു വ്യക്തിയെ എനിക്ക് വേണം, അദ്ദേഹത്തെ എനിക്കിഷ്ടപ്പെട്ടു, അദ്ദേഹം എന്നിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആ വ്യക്തി ഏത് വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണോ ഇരിക്കുന്നത് ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറണം. നമുക്കറിയോ അവർ ഏത് ഫ്രീക്വൻസിയിലാണ് ഇരിക്കുന്നതെന്ന്? അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എങ്ങനെയാണോ ഉള്ളത് ആ ഫ്രീക്വൻസിയിലേക്ക് ആ വ്യക്തി മാറണം. അതിന് സാധ്യമാണോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ സ്വഭാവങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ നമ്മളുടെ നിർബന്ധ ബുദ്ധി മൂലം അവരെ നമ്മളിലേക്ക് കൊണ്ടുവന്നാലും നമ്മൾ കുറച്ച് കാലം മാത്രമേ ഒന്നിച്ച് ജീവിക്കാനായിട്ട് അപ്പോൾ സാധിക്കുകയുള്ളൂ. അതായത് എപ്പോഴാണെങ്കിലും ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസികൾക്ക് തമ്മിൽ മാത്രമേ അടുത്ത് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവർ വേർപെട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് മാറ്റം വരുത്തേണ്ടത്. ആ വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം അത് സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഏത് അഫർമേഷൻ പറഞ്ഞാലാണ് എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ മകനെ ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് പിരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അഫർമേഷൻ പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഇത്. നിങ്ങളുടെ മനസ്സിലുള്ള അഫർമേഷൻ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മക്കളുടെ മനസ്സിലും ഉണ്ടായിരിക്കും അഫർമേഷൻ. അവരെന്താണ് അവരുടെ മനസ്സിലും ഉണ്ടായിരിക്കില്ലേ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഉള്ളിലെ സംസാരത്തിനെയാണ് നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലും ഉണ്ടാകും ഒരു സംസാരം. അവരെപ്പോഴും ഉള്ളിൽ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക? എനിക്ക് ഈ വ്യക്തിയെ കല്യാണം കഴിക്കാനായിട്ട് എൻ്റെ മാതാപിതാക്കൾ സഹായിക്കണമെന്നായിരിക്കും അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളെന്തായിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക? ഈ ബന്ധം എങ്ങനെയെങ്കിലും വേർപെട്ട് പോണേ എന്നായിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഏത് ചിന്തയായിരിക്കും നടക്കുക? ആരുടെ പ്രാർത്ഥനയ്ക്കായിരിക്കും ഫലം കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക? അങ്ങനെ പ്രാർത്ഥനയൊന്നുമല്ല നമ്മൾക്ക് ഫലം തരുന്നത്. നമ്മുടെ ഉള്ളെന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് മാറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആൻസറൊന്നുമില്ല. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ലപോലെ പ്രാർത്ഥിക്കുക. ഏതാണോ നല്ലതായി നടക്കേണ്ടത് ആ നല്ല സംഭവം നടക്കട്ടെ എന്ന് ആശംസിക്കുക. അത് മാത്രമേ ഇവിടെ വഴിയുള്ളൂ. അല്ലാതെ പ്രണയിനികളെ ഒന്നു ചേർക്കാനോ അവരെ വേർപിരിക്കാനോ ഒന്നും തന്നെ ഒരു ടെക്നിക്കുകളും ഇല്ല. അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടം പോലെ
യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. അത് നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ടെക്നിക്കുകൾ പ്രയോഗിച്ച് നിങ്ങൾക്കത് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫ്രീക്വൻസികൾ ഒന്നായി ചേർന്നു, ഒരേപോലെ ആയി എന്നുള്ളതാണ്. അല്ലാതെ അത്ഭുതങ്ങളല്ല അവിടെ നടക്കുന്നത്. എന്താണോ നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ ഫീലിങ്സ് എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിലേക്ക് വരിക. പിന്നെ പേരൻസ് മക്കളുണ്ടായി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും തന്നെ അവരുടെ മനസ്സിൽ അവരെക്കുറിച്ച് പല ആദികളായിരിക്കും. ഇനിയിപ്പോൾ ഇവർ പ്രണയിച്ച ആരുടെ കൂടെയെങ്കിലും ഓടിപ്പോവോ, എന്തായിരിക്കും, അങ്ങനെ ആദികൾ കൂടുതൽ കൊണ്ടു നടക്കുന്നവരുടെ മക്കൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും കണ്ട് വന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ അത്ര ആദ്യമൊന്നും ഇല്ല, അങ്ങനെയുള്ളവരാണെന്നുണ്ടെന്ന് വെച്ചാൽ തന്നെയും അവർ ചെന്നുപെടുന്ന ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളിലായിരിക്കും ചെന്നുപെടുന്നുണ്ടായിരിക്കുക. അങ്ങനെ നല്ല ബന്ധങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് ഒരു മാതാപിതാക്കളും വിഷമിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനൊന്നും എഫർമേഷൻ പറഞ്ഞിട്ടോ ടെക്നിക്കുകൾ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. മാതാപിതാക്കൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലെ സംസാരം എന്താണോ അതേപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫീലിംഗായി മാറുകയും അതിൻ്റെ ഫ്രീക്വൻസിക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന യൂണിവേഴ്സൽ ലോ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുതലെങ്കിലും നല്ലത് ചിന്തിക്കുക. എൻ്റെ കുട്ടികൾക്ക് നല്ലതേ വരുള്ളൂ എന്ന് ചിന്തിക്കുക. അപ്പോൾ എല്ലാം തന്നെ നല്ലതായി സംഭവിച്ചോളൂ. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾക്ക് മറ്റുള്ളവരെ മാറ്റാനായിട്ട് നമ്മൾക്ക് സാധ്യമല്ല. അത് മറ്റുള്ളവർ മാറാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവർ മാറുള്ളൂ. അപ്പോൾ സ്വയം മാറുക. നമ്മുടെ ലൈഫിനെ സുഖകരമാക്കാനായിട്ട് സ്വയം മാറുക എന്നുള്ളതും മാത്രമേ വഴിയുള്ളൂ. ലൈഫ് കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തി അതിലേക്ക് കൂടുതൽ നമ്മുടെ ശ്രദ്ധ കൊടുത്ത് ആ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം, അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതത്തെ എങ്ങനെ കെട്ടിപ്പടുക്കാം, സമാധാനത്തോടു കൂടിയൊരു ജീവിതത്തെ കെട്ടിപ്പടുത്ത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ സക്സസ്ഫുള്ളാക്കാം, അങ്ങനെയുള്ള പേഴ്സണൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതായത് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ടും നല്ല ആരോഗ്യത്തിനായിട്ടും ഒക്കെയുള്ള നല്ല സാമ്പത്തിക പുരോഗതിയോടുകൂടി വരാനൊക്കെയായി നിങ്ങളെ സഹായിക്കുന്ന, അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചു തരുന്ന, എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അതിനായി മാറ്റാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.